ജയം വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് 4 മണിക്ക് ചായക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കപ്പയും എല്ലുമാണ്. അപ്പോൾ ഇതെങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അത് കുക്കറിലേക്ക് കഴുകി വാരി വെച്ചതാണ് കേട്ടോ. ഒരു 3/4 കിലോ കാണും, 1 കിലോ തികച്ചില്ല. അപ്പോൾ ഞാൻ മീൻ മേടിച്ചപ്പോൾ അവിടെ നിന്ന് ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ ഇട്ടേക്കണമെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി, ഇതൊക്കെ നമുക്ക് തിരുമ്മണമല്ലോ, തിരുമ്മി കൂട്ടിയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള, വേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി സവാളയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് കുക്കറിൽ ഒരു 3 വിസിൽ നമുക്ക് കേൾക്കാൻ വയ്ക്കാം കേട്ടോ. പെട്ടെന്ന് വിസിൽ വരും. കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് കുക്കർ നമുക്ക് അടുപ്പ വയ്ക്കാം കേട്ടോ. ഇറച്ചി അവിടെ നിന്ന് വേവിട്ടെ. അപ്പോൾ ഞാൻ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അപ്പോൾ നമ്മുടെ എല്ല് വേവിക്കാൻ വെച്ചായിരുന്നു. വിസിൽ പോയി എന്തായി നോക്കാം കേട്ടോ. കണ്ടോ, എല്ല് വെന്ത് വിസിൽ വന്ന് വിസിൽ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഇത് വയ്ക്കാനായിട്ട് നമുക്ക് ഉരുളി അടപ്പത്ത് വയ്ക്കാം. ഇത് അലൂമിനിയത്തിൻ്റെ ഉരുളി കേട്ടോ, വാർക്കയല്ല, അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ്. പാത്രം ചൂടായി, എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂക്കുമ്പോൾ നമുക്ക് അല്പം അതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയുടെ ആവശ്യമില്ല, എന്നാലും നമുക്ക് കപ്പയ്ക്ക് മുളക് കൂടണമല്ലോ. അതിനുവേണ്ടി ലേശം മുളക്, ഒരു ഭംഗിക്കിരിക്കട്ടെ. ലേശം ഗരം മസാല, ലേശം മതി കേട്ടോ, ഒരുപാടായ കുത്തു വരും. അത്യാവശ്യത്തിന് മതി. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം വറുത്തര ചേർക്കണ്ട കേട്ടോ. വറുത്തരയാണ് ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ടാകും. എന്താണെങ്കിലും വറുത്തര ചേർക്കുന്നത് കപ്പയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇറച്ചിയും. അപ്പോൾ ഇത് വറുത്തരച്ച് ഇറച്ചിയും കപ്പയും വറുത്തരച്ച് വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ എല്ലും ബീഫും, നല്ല മണം കേട്ടോ, നല്ല മണമാണ്. എന്താ ഇതിൻ്റെ കറിയുടെ നോക്കി. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനം കപ്പ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടാട്ടോ, ഞാൻ കപ്പയിൽ ഉപ്പിട്ടായിരുന്നു, ഇറച്ചിയിലും
കപ്പയും എല്ലിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അല്പം വെള്ളം കൂടെ ഒന്ന് കുറുകി എന്താ ടേസ്റ്റെന്ന് എളുപ്പത്തിൽ വയ്ക്കാം. അതെനിക്ക് 2 കപ്പ ഒരാൾ തന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കപ്പ ഇറച്ചി വെച്ചാൽ വൈകുന്നേരത്തെ ചായക്കുള്ള തീറ്റയായി. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. വൈകുന്നേരത്തെ എൻ്റെ കപ്പയും അല്പം മല്ലിയില തൂവി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും 4 മണിക്ക് വന്നാൽ നമുക്കിത് വെച്ചതിൽ വഴി നമുക്ക് കഴിച്ചിട്ട് പോവാം കേട്ടോ.